ഇന്ന് BPSC 145-ന്റെ 7-ാമത്തെയും 8-ാമത്തെയും ചാപ്റ്റേഴ്സാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 7-ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്, യൂണിറ്റിൽ വരുന്നത് മൈഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. അതായത് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് നിന്ന് മാറി വേറെ പുതിയൊരു സ്ഥലത്ത് പോയി താമസിക്കുക. എക്സാമ്പിളായിട്ട് നമുക്കിവിടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളത്ത് പെരുമ്പാവൂരിൽ ഒറീസയിൽ നിന്നവര്, ഒഡീഷയിൽ നിന്നവര്, ആസാമിൽ നിന്നവര്, നേപ്പാളിൽ നിന്നവര് താമസിക്കുന്നുണ്ട്. അങ്ങനെ മൈഗ്രേഷൻ ചെയ്ത് അവർ വരുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് 1930 വന്ന ഈ മൈഗ്രൻസിന്റെ ഇഷ്യൂസിനെ കുറിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ പോസ്റ്റ് കൊളോണിയൽ പീരീഡ് ടൈമാണ്. ഇന്ത്യയിലെ പോസ്റ്റ് കൊളോണിയൽ പീരീഡാണ്. 1979-85 നമ്മൾ ഒരു സെൻട്രൽ ഇഷ്യൂ ആയിട്ട് ആന്റി ഫോറിൻ നാഷണൽ മൂവ്മെന്റ് ആസാമിൽ തുടങ്ങുന്നുണ്ട്. ഇവിടെ എത്നിക് ആയിട്ടുള്ളവരും എത്നോ നാഷണലിസ്റ്റ് ആൾക്കാരുമായിട്ടാണ് ഇവരെ ഔട്ട്സൈഡേഴ്സ് എന്നാ പറയാ. മൈഗ്രൻസിനെ നമ്മൾ വിളിക്കുന്നത് ഔട്ട്സൈഡ് എന്നാണ്. അതായത് ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർ എന്നർത്ഥം, നമ്മളുടെ സ്വന്തം നാട്ടിലുള്ളവർ. മലയാളീസ് ഇൻഡിജീനിയസ് ഇവിടെ, ബീഹാരീസും ബംഗാളീസും ഔട്ട്സൈഡേഴ്സ് ഇവിടെ. അതേമാതിരി നമ്മൾ ഇവിടെ നിന്ന് ഗൾഫിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഔട്ട്സൈഡേഴ്സ്. ഇതേമാതിരി ടേംസിലെ ഇൻഡിജീനിയസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ ട്രൈബൽ പീപ്പിൾ ആണ് കൂടുതലായിട്ട് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഉള്ളത്. അതിൽ ഏറ്റവും നമ്മൾ നേരത്തെ സോഫാർ പഠിച്ചുകൊണ്ട് വന്നത് ഒരു ഗ്രൂപ്പ് ട്രൈബലും ഒന്ന് നോൺ ട്രൈബൽ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് നേരത്തെ പ്രീവിയസ് ക്ലാസ്സുകളിൽ. അപ്പോൾ ഈ ട്രൈബൽ ഏരിയയിലുള്ളവര് നോർത്ത് ഈസ്റ്റില് ആന്റി ഔട്ട്സൈഡർ, ആന്റി മൈഗ്രന്റ് മൂവ്മെന്റ്സിനെ പറ്റിയും അത് കലാശിച്ച് കലഹങ്ങളിൽ, വയലൻസിൽ വന്ന് അവസാനിക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി. അപ്പൊ ഇങ്ങനെ ഈ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മളുടെ എലക്ഷൻ ക്യാമ്പയിൻ ടൈമിലും നോൺ ഇലക്ടറൽ മൊബിലൈസേഷൻ ടൈമും ഡിബേറ്റ്സും ലെജിസ്ലേച്ചറിൽ, നമ്മളുടെ അസംബ്ലികളിലൊക്കെ ഇത് വലിയ കാര്യമായിട്ട് ഡിസ്കോട്ടായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ആസാം, മിസോറാം, ത്രിപുര, മേഘാലയ ഏരിയകളിൽ. ഈ റെഫ്യൂജീസ്, പിന്നെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് റെഫ്യൂജി എന്ന് പറയുമ്പോ നമ്മൾ പാകിസ്ഥാന്റെ ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ബംഗാളിന്റെ അടുത്തുള്ള ഭാഗം, ഈസ്റ്റ് പാകിസ്ഥാൻ അത് പാർട്ടീഷൻ കഴിയുന്ന സമയത്ത്, അതേമാതിരി തന്നെ ബംഗ്ലാദേശും ഇന്ത്യ പാർട്ടീഷൻ കഴിയുന്ന സമയത്താണല്ലോ പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. അതേമാതിരി തന്നെ ബംഗ്ലാദേശും. അപ്പോ അവരുടെയും ഈ ആൾക്കാര് റെഫ്യൂജീസ്, ആ നാട്ടിലുള്ളവര് അടുത്ത രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവളെ റെഫ്യൂജീസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇതില് ഈ റെഫ്യൂജീസില് മൈഗ്രേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് മൈഗ്രേഷൻ എന്ന്. ഒരു റെഫ്യൂജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ഫോഴ്സ് ചെയ്യാണ്. ഇപ്പൊ നമ്മളിപ്പോ പലായനം ചെയ്യാന്ന് പറയില്ലേ, ഇറാനിലും അതേമാതിരി ഇപ്പൊ യുക്രൈനിലൊക്കെ നടക്കുന്നത്, അവിടുത്തെ അടിപിടി കാരണം അവര് പലായനം ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവര് റെഫ്യൂജി എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഒറിജിനൽ ഹാബിറ്റാറ്റിൽ നിന്ന് മാറി താമസിക്കുക എന്ന അർത്ഥം. ഈ ഡിസ്പ്ലേസ്മെന്റ് അവർക്ക് പല വിധത്തിലുള്ള കാരണമാകാറുണ്ട്. ഒന്ന് എത്നിക് ആയിട്ടുള്ള മൈനോറിറ്റി ഗ്രൂപ്പ്, പിന്നെ നാച്ചുറൽ കലാമിറ്റികൾ വരുമ്പോ സുനാമി, അതേമാതിരി ഫ്ലഡ്, അല്ലെങ്കിൽ വരൾച്ച, അങ്ങനെ പല കാര്യങ്ങൾ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോഴും ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. പിന്നെ പറയാൻ പറ്റുന്നത് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്, ആ നാട്ടിലുള്ള പോളിസീസ്. അതേമാതിരി എക്സ്റ്റേണൽ അഗ്രഷൻ, വാർ അറ്റാക്ക് വരുന്നു, ആൾക്കാർ മാറിപ്പോകും, അവിടെ നിന്ന് മാറും. ഗാസയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ അതേമാതിരി ഈ നേറ്റീവ്സ്, അതായത് അതാത് രാജ്യങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് സിറ്റിസൺസ് ആണ്.
ആ സിറ്റിസൺസിന് അവർക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ട്, അവരുടെ രാജ്യത്ത് താമസിക്കാൻ ലീഗൽ റൈറ്റ്സ് ഉണ്ട്. അതേമാതിരി റെഫ്യൂജീസിന് കുറെ കാലം കഴിയുമ്പോൾ, അവരുടെ മൈഗ്രേഷൻ കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ പെർമനന്റ് ചിലപ്പോൾ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ പെർമനന്റ് റെഫ്യൂജി എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ എന്താ? ഒന്ന്, നമ്മൾ നമ്മളുടെ ജന്മം കൊണ്ട്, അപ്പൊ ജന്മം കൊണ്ട് നമ്മൾ ഇന്ത്യൻ പൗരനായിട്ട് ജനിക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ പൗരത്വം, സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ പൗരത്വം കിട്ടുക, അങ്ങനെ കിട്ടുന്നു. നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറെ കാലം അവിടെ താമസിച്ച ശേഷം. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതാത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച്. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മള് ആൾക്കാര് അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും UK-യിലേക്കും ജർമ്മനിയിലൊക്കെ കുട്ടികൾ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അവർ പോകുന്നത് സ്റ്റുഡൻസ് ആയിട്ടാണ്. സ്റ്റുഡന്റ് വിസയിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് കുറെ കാലം അവിടെ പഠിച്ച് പിന്നെ വർക്ക് ചെയ്ത് പിന്നെ നാച്ചുറലൈസേഷൻ അല്ലെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിന്റെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ പാസ്സായാൽ മാത്രമേ അവർക്ക് ആ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുള്ളൂ. ആ സിറ്റിസൺഷിപ്പിൽ അങ്ങനെ കിട്ടിയാൽ അവർക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ബാക്കിയുള്ള ആ പൗരന്മാര്, അമേരിക്കൻ പൗരന്മാര് എല്ലാ റൈറ്റ്സും എല്ലാ കാര്യങ്ങളും അവർക്ക് എൻടൈറ്റിൽ ആണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടാറുണ്ട്, അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടാറുണ്ട്. നമ്മളുടെ ആൾക്കാർ പുറത്ത് പോയിട്ട് ആ സിറ്റിസൺഷിപ്പും എടുക്കുന്നു. അപ്പൊ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 55 ഡിഫൈൻ ചെയ്ത ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വരുന്നു. അതിന് ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിന്റെയും അതേമാതിരി തന്നെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ഇവിടെ, അതായത് ഇന്ത്യയിലേക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഇല്ലാണ്ടോ ട്രാവൽ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ്, അവരുടെ അതോറിറ്റി വേണമല്ലോ ഡോക്യുമെന്റ്സ്. ഒരുപാട് നേപ്പാളീസ് ഇവിടെ നമ്മുടെ എറണാകുളത്ത് കാണുന്നുണ്ട്. അവർക്കൊന്നും വാലിഡ് പാസ്പോർട്ട് ഉണ്ടാവില്ല. പിന്നെ അവര് എന്താ ചെയ്യുക, കുറെ കാലം കഴിയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർക്ക് വേണ്ടതായ ആധാർ കാർഡും ഒക്കെ ട്രാവൽ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കി അവർക്ക് ഇന്ത്യൻ നാഷണാലിറ്റി കിട്ടും. അപ്പോ ഈ ലോ പ്രകാരമാണ് ഇത് പോകുന്നത്. പക്ഷെ അത് ഒരു ടൈമുണ്ട്, പീരീഡ് ഓഫ് ടൈം, പെർമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ വരണം കാര്യങ്ങൾ നടക്കാനായിട്ട്. ഇല്ലീഗലായിട്ട് വന്ന മൈഗ്രൻസിനെ നമ്മള് വേറൊരു പേര് വിളിക്കുന്നത് ഇൻഫിൽട്രേറ്റേഴ്സ് എന്നാണ്. ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വരും. അവര് ചുഴിഞ്ഞു കയറുന്ന ആൾക്കാർ എന്ന അർത്ഥം. ഇനി മൈഗ്രേഷൻ നോക്കുമ്പോ 2 വിധത്തിൽ വരുന്നുണ്ട്. ഒന്ന്, കൊളോണിയൽ പീരീഡിലും, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, കൊളോണിയൽ പീരീഡിലും, പിന്നൊന്ന് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ശേഷം, അതായത് നമ്മൾക്ക് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷവും. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളതാണ്. ആ കാലഘട്ടത്തിൽ 19ാം സെഞ്ചുറിയിൽ ഈ ആസാമിലും അതേമാതിരി പേട്രണേജ് ഉള്ള സമയത്ത് എൻകറേജ്മെന്റ് ബ്രിട്ടീഷിന്റെയാണ്. അപ്പോൾ ഈ എൻകറേജ്മെന്റും പേട്രണൈസേഷൻ ചെയ്ത ശേഷം അവർക്ക് എക്കണോമിക് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ നേരത്തെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു, അവരെ വർക്ക് ചെയ്യാൻ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാനും അൺസ്കിൽഡ് ലേബർ, അതേമാതിരി പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനില്, ആർമിയില്, ട്രേഡില്, ഇതിനൊക്കെ ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പൊ ഈ കർഷകർ ഇങ്ങനെ മൈഗ്രേഷനിൽ വരുമ്പോ അവരെ മാസീവായിട്ട് അൺകൾട്ടിവേറ്റഡ് അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡിൽ താമസിപ്പിച്ച്, അതുകൊണ്ട് 1824 ആസാമിൽ ഒരുപാട് ഇതേവരെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിന് മാത്രമല്ല, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും ഡിസൈഡ് ചെയ്ത് കൾട്ടിവേഷനും വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് കൊളോണിയൽ പീരീഡിന്റെ കാലഘട്ടത്തിൽ ആസാമില് നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആയ ബംഗാളിൽ നിന്ന് ബംഗാൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അവരവിടെ താമസിക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ലാൻഡില്, ആസാമിന്റെ വേസ്റ്റ് ലാൻഡിൽ അവര് താമസിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ ലേബർ വർക്കിലേക്ക്, ബാക്കിയുള്ള ടീ പ്ലാന്റേഷനിലേക്കൊക്കെ ബ്രിട്ടീഷുകാര് അപ്പോയിന്റ് ചെയ്യാണ്. അതേമാതിരി ഇത് കൂടാണ്ട് ഫാമിംഗ് ചെയ്യുന്നവര്, ടീ പ്ലാന്റേഷൻ ചെയ്യുന്നവര്, നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലെ കോളാർ വർക്കേഴ്സ്, മൈൻസിലെ വർക്കേഴ്സ്,
ആർട്ടിസൻസ്, ശില്പികൾ അല്ലെങ്കിൽ ആർട്ട് വർക്ക്, കൈ വർക്ക് ചെയ്യുന്നവര്, ട്രേഡേഴ്സ്, ഡയറി നടത്തുന്നവര്, പശു എരുമ അങ്ങനത്തെ ഡയറി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവര്, മർച്ചന്റ്സ്, ഇങ്ങനെ പല വിധത്തിലുള്ള ഫോഴ്സസ് ആണ് വരുന്നത്. ലേബർ ഫോഴ്സ് വരുന്നു. പെട്രോളിയം, അതേമാതിരി കോൾ ഇൻഡസ്ട്രീസിൽ, ആസാമിന്റെ പെട്രോളിയം ഇൻഡസ്ട്രിയിലും കോൾ ഇൻഡസ്ട്രിയിലും ഈ വർക്കേഴ്സ് ഉണ്ട്. മൈഗ്രേഷൻ ഔട്ട്സൈഡ് ആസാം നോക്കുമ്പോൾ അതിന്റെ പ്രോവിൻസിന്റെ അല്ലെങ്കിൽ ഡെമോഗ്രാഫി കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് 1950 വരെ. നമ്മൾ മൈഗ്രേഷൻ ആക്ടിവിറ്റീസിൽ പല സ്ഥലത്തിലും ഈ ഡയറി ഫാമേഴ്സ് ആയിട്ട് സെറ്റിൽ ആവുന്നവര് ആർമിയിൽ നിന്ന് റിട്ടയർ ആയവർ, അതായത് എക്സ് ആർമി മെൻ എന്ന് പറയും. അത് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് നേപ്പാളിൽ നിന്നാണ്. പിന്നെ വരുന്നത് നമ്മളുടെ വൈറ്റ് കോളർ വർക്കേഴ്സ്, അതായത് പഠിച്ചിട്ട് കുറച്ച് സാലറി മേടിച്ച് വർക്ക് ചെയ്യുന്നവരാണ് വൈറ്റ് കോളേർഡ് എംപ്ലോയിഡ് ആയിട്ടുള്ളവരാണ് നമ്മൾ വൈറ്റ് കോളേർഡ് വർക്കേഴ്സ് എന്ന് പറയാ. അവരും ബംഗാളിൽ നിന്ന് വന്നിട്ട്, നമ്മൾ നേരത്തെയും ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ട് ബംഗാളില് പഠിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഗുമസ്താന്മാര്, ക്ലർക്ക്, ആ ലെവലിലേക്കൊക്കെ വരുന്നു. പിന്നെ ടീ പ്ലാന്റേഷനിലേക്ക് വരുന്നവര് മിക്സഡ് ഗ്രൂപ്പാണ്. മിക്സഡ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ട്രൈബൽസ് ഉണ്ടാവും, സാധാരണക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റിലും സെൻട്രൽ പ്രോവിൻസിലും ഉള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും വരും. ഈവൻ സൗത്ത് നിന്ന് വരെയുള്ള ആൾക്കാർ ട്രൈബൽസിൽ ഈ പ്ലാന്റേഷനിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗ്രൂപ്പിന്, അതായത് ആസാമിന്റെ പ്ലെയിൻ ഏരിയാസിൽ ബ്രഹ്മപുത്ര വാലി, ബറാക്ക് വാലി മൈഗ്രേഷൻ, ഇത് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷിയിടം ഇല്ലാത്ത കർഷകർ, ലാൻഡ്ലെസ് അഗ്രികൾച്ചറിസ്റ്റ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് അവരുടെ ജോലി കർഷകനാണ്, പക്ഷെ സ്ഥലമില്ല. അപ്പൊ അങ്ങനെ അവർ അവിടെയും ഈ ആസാമില് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. ഇതേമാതിരി തന്നെ ട്രൈബൽ ഏരിയയിലായ നാഗാലാൻഡില്, മിസോറാം, ത്രിപുര അത്രയ്ക്ക് ഇല്ലെങ്കിൽ കൂടെയും അവര് ക്രിസ്ത്യൻ മിഷണറീസും ഗവൺമെന്റ് ഓഫീഷ്യൽസും വരാൻ തുടങ്ങി, താമസിക്കാൻ തുടങ്ങി. അങ്ങനെ കൊളോണിയൽ സെറ്റപ്പ് അവിടെ നടന്ന് വരികയാണ്. ഇതിന്റെ കൂടെ അർബൻ എക്കോണമിയും ഇംപ്രൂവ് ആവുന്നുണ്ട് സർവീസില്. അപ്പോ ഈ ഓരോ ആക്ടിവിറ്റിയിലും, മൈഗ്രേഷനിലും സെറ്റിൽമെന്റിലും, ഷില്ലോങ്ങില്, മേഘാലയ, ഇംഫാൽ, അതേമാതിരി പല വിധത്തിലും കൊളോണിയൽ സെറ്റിൽമെന്റ്സിൽ വരുന്ന ബ്രിട്ടീഷ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ ആ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലാണ് കൊളോണിയൽ സ്റ്റേറ്റ്സിൽ കൂടുതലായിട്ട് മൈഗ്രൻസ്, ഔട്ട്സൈഡേഴ്സ് പുറത്തുനിന്ന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്ക് വന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു, ഒരു ഇന്നർ ലൈൻ പെർമിറ്റ് സിസ്റ്റം. അതായത് ബ്രിട്ടീഷ് എങ്ങനെയാ ഇതിനെ റെഗുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇന്നർ ലൈൻ പെർമിറ്റ് സിസ്റ്റം. അതായത് ഇവർക്ക് നോൺ ട്രൈബൽസിന് ട്രൈബൽ ഏരിയയിലേക്ക് പോകാൻ പാടില്ല. അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ഒരു അതിർത്തിക്ക് ശേഷം പോയാൽ അവരെ പിടിക്കും. ആ പോളിസി കൊണ്ടാണ് അവർ ഒരു വിധത്തിൽ ഈ മൈഗ്രേഷനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മൈഗ്രേഷൻ പോസ്റ്റ് പീരീഡിൽ, അതായത് ഇൻഡിപെൻഡൻസിന്റെ മുമ്പുള്ള പീരീഡിൽ 3 തരത്തിലുള്ള മൈഗ്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്ന്, അതായത് കാറ്റഗറൈസ് ചെയ്തത് നോർത്ത് ഈസ്റ്റ് ഏഷ്യയില് മൈഗ്രൻസ്, റിഫ്യൂജീസ്, ഇല്ലീഗൽ മൈഗ്രൻസ്. അപ്പോ ഇല്ലീഗൽ മൈഗ്രൻസും കൂടിയുണ്ട്. അതായത് ഒരാള് മൈഗ്രന്റ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിൽ പോയി താമസിക്കുന്നവര്. ഓക്കെ, ഇപ്പൊ ഇത് മാത്രമല്ല, ഇവിടെ നമുക്ക് അറിയേണ്ടത് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു പാർട്ടീഷന് ശേഷം അവരെ അവിടെ മൈഗ്രൻസ് ആയിട്ടുള്ളവരെ നമ്മൾ വിളിക്കുന്നത് റെഫ്യൂജീസ് എന്നാണ്. അപ്പൊ റെഫ്യൂജീസ് ഇല്ലീഗൽ മൈഗ്രൻസിന്റെ പാർട്ടിലാണ് അവിടെ താമസിച്ചു വരുന്നത്. പിന്നെ ലേബർ ക്ലാസസ് ആയ അല്ലെങ്കിൽ ജോലിക്കാരായ, സ്കില്ലുള്ള ജോലിക്കാരും അൺസ്കിൽഡ് ലേബർ ഫോഴ്സും, ബിസിനസ് എന്റർപ്രൈനേഴ്സ്, അതായത് ബിസിനസ്മെൻ, ട്രേഡേഴ്സ്, സ്പെക്കുലേഷൻസ് ചെയ്യുന്നവര്, അതായത് നമ്മൾ പറയും സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദലാൽ, അതായത് കമ്മീഷൻ ഏജൻസ്, അങ്ങനെ വരുന്നവര്, ടീ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നവര്,
ഓയിൽ റിഫൈനറി, ഗോഹട്ടി ദിഗ്ബോയിലുള്ള ഓയിൽ റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്നവര്, ടെറിറ്ററി സെക്ടേഴ്സിൽ ഇൻവോൾവ് ചെയ്തു വരുന്ന എക്സ്പാൻഷൻ റോഡിന്റെ വർക്കിന് വേണ്ടി വരുന്നവര്, മൈഗ്രന്റ്, ആ റോഡൊക്കെ തുടങ്ങിയപ്പോൾ മൈഗ്രന്റ് ലേബറേഴ്സിനെ കൊണ്ടുവന്നു, വേറെ രാജ്യത്ത് നിന്ന് ലേബറേഴ്സിനെ കൊണ്ടുവരുന്നു. പിന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ, യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ അവിടെ ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സും വരാൻ തുടങ്ങി. കാരണം ആ കാലഘട്ടത്തിലാണ് റെയിൽവേസും പോസ്റ്റൽ സെക്ടറും ബാങ്കിങ് സെക്ടറൊക്കെ കാര്യമായിട്ട് തുടർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ വർക്കിനൊക്കെ ഇതുമാതിരിയുള്ള ആൾക്കാരെ അതായത് പഠിച്ചിട്ടുള്ളവര്, ഇംഗ്ലീഷും അതാത് ലോക്കൽ ഭാഷയും അറിയുന്നവരാണ് ഈ റെയിൽവേസിലും ബാങ്കിങ് സെക്ടറിലൊക്കെ കൊണ്ടുവരിക. കാരണം അവർക്ക് രണ്ടും വേണം, ബ്രിട്ടീഷുകാരോട് സംസാരിക്കണം, ലോക്കൽ ആളോടും സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ടെലിഫോൺ സെക്ടറിൽ, അതായത് മിഡിൽ ക്ലാസ് പീപ്പിൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. ഇനി ഇത് തമ്മിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പരസ്പരം മൈഗ്രേഷനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ കോൺഫ്ലിക്റ്റിന്റെ കാരണം എല്ലാവിധ മൈഗ്രേഷനും അടുത്ത നെയ്ബറായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നും കൂടാതെ ഇന്റേണൽ ആയിട്ട് തന്നെ നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ വേറെ സ്വയമേ മാറുന്നവര്, അതിനെ നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയും. അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് വന്നിട്ടുള്ളവര്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ആ സമയത്ത് അവിടെ താമസിക്കുന്ന പോപ്പുലേഷൻ, ഇൻഡിജീനിയസ് പോപ്പുലേഷൻ എന്താണ് നമ്മൾ അതിനെ പറയേണ്ടത്, അവർക്കും ഈ ട്രൈബൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വന്ന ഗ്രൂപ്പുകാർക്കും കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അതായത് ട്രൈബൽസും നോൺ ട്രൈബൽസും തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ഇതിനെ നമ്മൾ ആസാം മൂവ്മെന്റ്, അതായത് 1979 മുതൽ 85 വരെ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, AASU എന്ന് പറയും. ആ സ്റ്റുഡൻസ് യൂണിയൻ ഈ ഫോറിൻ നാഷണൽസിനോട് എഗൻസ്റ്റ് ആയിട്ട് അവര് ശബ്ദമുയർത്താൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ അത് കൂടാണ്ട് എലക്ഷൻ ടൈമില് ബൈ എലക്ഷൻ വന്നു 79 മംഗാൽഡായി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയില്. അവിടെ വന്ന് ബോഗസ് ആയിട്ടുള്ള വോട്ട്, അതായത് കള്ള വോട്ട് ചെയ്യിക്കാൻ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആന്റി ഫോറിൻ നാഷണൽ മൂവ്മെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വയലൻസിലേക്കും, അതേമാതിരി തന്നെ ആ വയലൻസ് വന്ന് ഷില്ലോങ് റൈറ്റ്സിലേക്കും ഒക്കെ 1979 എത്തിപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ മാസക്കർ, ഒരു നെല്ലി മാസക്കർ ഉണ്ട് 1983, മഡായി മാസക്കർ ഉണ്ട് 85. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ആസാമിന്റെ കോഡ് അനുസരിച്ചിട്ട് സിറ്റിസൺഷിപ്പ് റെഫർ ചെയ്ത് 71 വരുന്നു. അപ്പൊ ഈ ഇതിനെ 1961, 71 ടേം ആയിട്ടാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് ആയിട്ട് വരുത്തുന്നത്. ഇനി നമ്മൾ റെഫ്യൂജീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ പാർട്ടീഷന് ശേഷം 1947 പാർട്ടീഷന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടങ്ങളിൽ ഇവരെ നമ്മൾ വരുന്നവരെ, അസാമിൽ നിന്ന് വരുന്നവരെയും നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നു. ഈസ്റ്റ് ബംഗാളില്, അപ്പൊ ഈസ്റ്റ് പാകിസ്ഥാനായി 1947, ബംഗ്ലാദേശായി 1971. അപ്പൊ ഈ ഭാഗങ്ങളെ മുറിച്ച് വരുമ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് വരുന്നു. ഇന്ത്യയുടെ വിഭജനവും കമ്മ്യൂണൽ റൈറ്റ്സും, അതേമാതിരി ഹിന്ദുസ്, പാകിസ്ഥാനിലുള്ള ഹിന്ദുസ്, ഈസ്റ്റ് പാകിസ്ഥാനുള്ളവരും ആസാമീസ് റെഫ്യൂജീസ് ആയിട്ട് വരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് റെഫ്യൂജീസിനെ നൊഖാലി റൈറ്റ്സ് എന്ന് പറയും. 1946 ഒക്ടോബറിൽ നടക്കുന്നു. ഈ ഗ്രൂപ്പ്, റെഫ്യൂജി ഗ്രൂപ്പ്, അവിടെ വഴക്കിൽ പ്രശ്നങ്ങൾ ഒരുക്കുകയും അതിനെ ഫ്രഷ് ആയിട്ടുള്ള കമ്മ്യൂണൽ റൈറ്റ്സ് 1950, അതായത് റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വയലൻസ്, അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാവുക ചാച്ചാർ ഡിസ്ട്രിക്റ്റിലാണ് നടക്കുന്നത്. ഈ റെഫ്യൂജീസ്, അതായത് അഭയാർത്ഥികൾ എന്ന് പറയും. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ, സ്ഥലമില്ലാത്തവർ, നാടുമൂരും വിട്ട് ഓടി വരുന്നവർ. അപ്പൊ ഈ റെഫ്യൂജീസിന്റെ ലൈൻ അല്ലെങ്കിൽ നമ്പർ കുറയ്ക്കാൻ വേണ്ടി സൈൻ ചെയ്തു നെഹ്റു
ലിഖ്വാത്ത് ഖാൻ പാക്ട് 8-ാം തീയതി, ഏപ്രിൽ 8-ാം തീയതി 1950 ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഒരു പാക്ട്, സന്ധി സൈൻ ചെയ്യുകയാണ്. ഈ സന്ധി വഴി അവർ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി, ഫ്രീഡം, പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ദ മൈനോറിറ്റീസും രണ്ടു കൂട്ടർ. അപ്പൊ ഈ പാക്ട് കഴിഞ്ഞ ശേഷം ഇതിന്റെ എത്രത്തോളം ഈ അഭയാർത്ഥികൾ വരുന്നത്, ആസാമിലേക്ക് വരുന്നത് തടയാൻ പറ്റിയിട്ടില്ല. കാരണം ഗ്രൂപ്പായിട്ടാണ് ആൾക്കാർ വരുന്നത്. പിന്നെ ബംഗ്ലാദേശ് വാർ വരുന്നുണ്ട് 1971-72. ആ സമയത്ത് ഒരുപാട് റെഫ്യൂജേഴ്സ് ആസാമിലും വെസ്റ്റ് ബംഗാളിലും എത്തി. ഇതിനു ശേഷം ആ ബംഗ്ലാദേശിന്റെ വാറിന് ശേഷം അവര് പോയില്ല, അവരവിടെ തന്നെ അങ്ങനെ സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ത്രിപുരയിലാണ്. ത്രിപുരയിലും മൈഗ്രേഷൻ, ഈ ബംഗാളീസിന്റെ മൈഗ്രേഷൻ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കൂടെ സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരുടെ ഡെൻസിറ്റി, നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ പെർട്ടിക്കുലർ കൺട്രി, വി കോൾ ഇറ്റ് ആസ് ഡെൻസിറ്റി, അതും കൂടുകയാണ്. അത് മാത്രമല്ല ആസാമില്, അരുണാചൽ പ്രദേശില്, മിസോറാം എല്ലാം ഒരുപാട് പുതിയ ഗ്രൂപ്പ്, ചക്മ എന്ന് പറയും. അതേമാതിരി ഹാൻചോങ് റെഫ്യൂജീസ് പാകിസ്ഥാനിൽ നിന്നുള്ളവര് 1960 ഇങ്ങോട്ട് വരുന്നു. ഇതിലെല്ലാം കൂടെ അവിടെ, കാരണം അവിടെ ഒരു ഡാം കൺസ്ട്രക്ഷൻ ഉണ്ടായി. ആ ഡാം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ കട്ട്പി റിവറില് ആ സമയത്ത് അവർക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ വീടുകളൊക്കെ നശിക്കുകയും ഗവൺമെന്റ് എടുത്തു പോകുമ്പോൾ അവർക്ക് മാറേണ്ടി വരുന്നു. അങ്ങനെയാണ് ആ കൺസ്ട്രക്ഷൻ ടൈമില് 1960 കുറെ ആൾക്കാർ മാറി വരുന്നു. 19-ാം നൂറ്റാണ്ടില് പിന്നെ റോഹിനാസ് എന്ന് പറഞ്ഞിട്ട് അവരും ഇതേമാതിരി ത്രിപുരയിലേക്ക് എത്തി. ത്രിപുര, ആസാം, മിസോറത്തിലേക്ക് ഇതേ ഫോർമാറ്റില് ഡിസ്ലൊക്കേഷൻ വരുന്നു. ഇനി ഈ വരുന്ന ആൾക്കാരും, അതായത് അഭയാർത്ഥികളും അവരുടെ ഓൾറെഡി ആ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരും. അതായത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോ പുറത്തു നിന്ന് ഉള്ള ജിപ്സികൾ വന്ന് ഇവിടെ കുടിയേറിപ്പാക്കുന്ന മാതിരി വന്ന് താമസിക്കുമ്പോഴത്തേക്കും അവർക്ക് തമ്മിൽ കലഹം ഉണ്ടാവും. അങ്ങനെ കലഹം വന്ന സമയത്ത് ഇന്ത്യൻ സുപ്രീം കോർട്ട് ഒരു മാറ്റർ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ, അൺസോൾവ് ചെയ്യാണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ബംഗാളി ഡോമിനേഷനും അതേമാതിരി ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യയിലുള്ളവര്, അതായത് ത്രിപുരയിലുള്ളവരും പിന്നെ ചക്മ ഹോങ്കോങ് അരുണാചൽ പ്രദേശില്, അതേമാതിരി ചക്മാസ് മിസോറം, ഇവരുമൊക്കെ പലരുമായിട്ടും ഇവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ വഴക്കുണ്ടായി എന്നർത്ഥം. കാരണം ആ സ്വയം അവിടെ ഓൾറെഡി ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് പുറത്തു നിന്ന് ആൾക്കാർ, ഔട്ട്സൈഡേഴ്സ് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് വഴക്ക് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിറ്റിസൺഷിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ്. സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ആവുന്നു. ഇല്ലീഗൽ മൈഗ്രേഷൻ ആസാമിലേക്ക് പാർട്ടീഷന് ശേഷം എത്ര വന്നു, ഗവൺമെന്റ് മെഷേഴ്സ് എടുത്തു, അതാ ക്വസ്റ്റ്യൻ എടുത്തു. അതിൽ അവിടെ ഒരു ഫോറിനേഴ്സ് ആക്ട് 1948 പാസ്സാകുന്നു. ഈ 48 പാസ്സായ ആക്ടിൽ ഇമിഗ്രൻസ് എക്സ്പെൽ ചെയ്തവർ, ആസാമിൽ നിന്നവര്. അതേമാതിരി 1950 അതേമാതിരി സിറ്റിസൺഷിപ്പ് ആക്ട് നമ്മൾ പാസ്സാവുന്നത് 1955 പെർമിറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് അടുത്ത പാകിസ്ഥാനീസ് പുറത്തുനിന്ന് പ്രിവെന്റ് വരാണ്ടിരിക്കാനായിട്ടുള്ള നുഴഞ്ഞുകയറ്റം നിർത്താൻ വേണ്ടി നമ്മൾ PIP, പ്രിവെൻഷൻ ഓഫ് ഇൻഫിൽട്രേഷൻ ഓഫ് പാകിസ്ഥാനീസ് 65 കൊണ്ടുവരുന്നു. അതേമാതിരി ഫോറിനേഴ്സിന്റെ ട്രിബ്യൂണൽ കൊണ്ടുവരുന്നു, അമെൻമെന്റ് കൊണ്ടുവരുന്നു, പാസ്പോർട്ട് എൻട്രി വേണം, സിറ്റിസൺഷിപ്പിന് ഒരു രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നു, ID കാർഡ് കൊടുക്കുന്നു 2003. സിറ്റിസൺ റൂൾസ് മാറ്റി എഴുതപ്പെടുന്നു 2009. ഫോറിനർ ട്രിബ്യൂണൽ ഉണ്ടാക്കുകയും ഇല്ലീഗലായിട്ട് മൈഗ്രന്റ് വരുന്നവരെ കണ്ടുപിടിക്കാനും ഒരു ആക്ട് പാസ്സാക്കുന്നുണ്ട്, IMDT എന്ന് പറയും, ഇല്ലീഗൽ മൈഗ്രന്റ് ഡിറ്റർമിനേഷൻ ട്രിബ്യൂണൽ. ആ ആക്ട് 1983 പാസ്സാവുന്നു. കാറ്റഗറി ഓരോത് ഡി വോട്ടേഴ്സ് ഡിപ്പോർട്ട് ചെയ്യുക,
ഇന്റൻഷനായിട്ടുള്ള ഇങ്ങനെ ആൾക്കാരെ കണ്ടുപിടിച്ച് ഫിൽട്ടറേറ്റ് ചെയ്യുന്നവരെ തിരിച്ചു അയക്കുക. പിന്നെ ഗവൺമെന്റിന്റെ പോളിസി 51-61 പ്രകാരം ഒരു 2,20,691 പാകിസ്ഥാനി നുഴഞ്ഞ കയറ്റക്കാരാണ് ആസാമിൽ എത്തിയത്. ഇതില് 1,22,476 ആൾക്കാരെ കണ്ടുപിടിച്ച് നമ്മള് ജൂണിൽ 1965 ജൂണിൽ അവരെ ഡീപ്പോർട്ട് ചെയ്തു, അതായത് അവരെ കൺട്രിയിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ 85 മുതൽ ജൂലൈ 2005 വരെ ഫോർമേഷൻ ഓഫ് IMDT വരുന്നു. ഇതില് 1,12,791 പേഴ്സൺസിനെയാണ് ഫോറിൻ നാഷണൽസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഫോറിൻ നാഷണൽസ് എന്ന് വെച്ചാൽ വിദേശികൾ എന്ന ഡിക്ലറേഷൻ അതിൽ 12,846 പേരെ ഡിക്ലെയർഡ് ആക്കുകയും 1,547 വരെ നമ്മൾ തിരിച്ച് ആക്ച്വലായിട്ട് ഡിപ്പോർട്ട് ചെയ്യുന്നു. ഡിപ്പോർട്ട് വെച്ചാൽ അവരുടെ രാജ്യത്തിലേക്ക് പറഞ്ഞയക്കുക. 85 മുതൽ ജൂലൈ 12 വരെ 61,774 പേഴ്സൺസ് ആണ് ഡി വോട്ടേഴ്സ് ഉള്ളത്. പിന്നെ അതിൽ 6,590 പേരെ നമ്മള് ഫോറിനേഴ്സ് ആണ് കണ്ടുപിടിച്ച് അവരെ ഡിപ്പോർട്ട് ചെയ്യും, തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് വളരെ വിധമായ ഡിറ്റൻഷൻ ക്യാമ്പ്സ് ഡൗട്ട്ഫുൾ ആയിട്ട് ആയാൽ കൂടിയും ഈ സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറെ പേരെ നമ്മൾ ഡിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ ഹ്യൂമൻ വയലേഷൻ ഉള്ള ക്യാമ്പ്സ് ആണ് ഇതൊക്കെ. ഇനി 1951 നാഷണൽ രജിസ്ട്രേഷൻ സിറ്റുവേഷൻസ് കൊണ്ടുവരികയും റെക്കോർഡ് സിറ്റിസൺഷിപ്പ് ആസാമിൽ കൊണ്ടുവരുന്നു. ഇത് പ്രകാരം സിറ്റിസൺഷിപ്പ് ലോ ഇന്ത്യയിൽ വരുന്നത് 5 വർഷത്തേക്ക് ചേർത്തിട്ടാണ്. 5 വർഷം കമൻസ്മെന്റ് കഴിഞ്ഞിട്ടാണ് അത് പാസ്സായി വരുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രകാരം സിറ്റിസൺഷിപ്പും മോഡിഫിക്കേഷനും റെഗുലേഷൻസും ഒക്കെ നോക്കി വരുമ്പോഴത്തേക്കും അതിന് പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. അപ്പൊ ആർട്ടിക്കിൾ 11 കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 11 പാർലമെന്റ് 1955 ഒരു ലോ കൊണ്ടുവരാനും അതിനെ ഡീൽ ചെയ്യാനുമായിട്ട് കൊണ്ടുവരാണ്. ഈ മെയിൻ ഒബ്ജക്റ്റീവ് ആക്ടിന്റെ കാരണം എന്താ വെച്ചാൽ അറ്റൈൻമെന്റ് ടെർമിനേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ എടുത്തു കളയുക. പ്രൊവിഷൻ പാസ്സാക്കി ആക്ട് വന്നു. അതിൽ കൂടി 3 തരത്തിലുള്ള 3 പാർട്ടായിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തേത് എന്ന് വെച്ചാല് അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, അതായത് സിറ്റിസൺഷിപ്പ് കിട്ടുക. രണ്ടാമത്തത് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, കിട്ടിയ സിറ്റിസൺഷിപ്പിനെ ഇല്ലാതാക്കുക, ടെർമിനേറ്റ് ചെയ്യുക. മൂന്നാമത് സപ്ലിമെന്റൽ പ്രൊവിഷൻസ് കൊടുക്കുക. ഈ ആക്ട് 5 മോഡിൽ കൂടെയാണ് ഗവൺമെന്റ് ഓഫ് സെൻട്രൽ സിറ്റിസൺഷിപ്പ് ഇന്ത്യ നോക്കിയത്. ആ 5 മോഡൽസിൽ കൂടെ നോക്കുമ്പോൾ ജന്മന ഇന്ത്യൻ ആണോ, ഡിസിഡന്റ് ആണോ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴി വന്നതാണോ, നാച്ചുറലൈസേഷൻ വഴി വന്നതാണോ, കോർപ്പറേഷൻ ടെറിട്ടറി ഇൻകോർപ്പറേഷൻ വഴി വന്നതാണോ, ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതും എടുക്കുന്നതും വേണ്ടാന്ന് വെക്കുന്നതും ഒക്കെ. ഇവിടെ നമ്മൾ 1955 വളരെ കെയർഫുൾ ആയിട്ടാണ് പ്രീവിയസ് ഹിസ്റ്ററി, ജോഗ്രഫിന്റെയും ഹിസ്റ്ററി നോക്കിയിട്ടാണ് 200 വർഷമാണ് കൊളോണിയൽ റൂൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോ പല ഭാഗത്തുള്ള ആൾക്കാര് ആ സമയത്ത് ഫോറിൻ കൺട്രിയിലുള്ളവർ തിരിച്ചു വരാൻ പറ്റും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാണ്ട് വരാൻ പറ്റും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനെയൊക്കെ മൈഗ്രേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനും ഗവൺമെന്റ് ആക്ഷൻസ് എടുക്കുകയാണ്. ഈ ലോ, സിറ്റിസൺഷിപ്പ് ലോ ചേഞ്ച് ചെയ്തു. പ്രൊവിഷനിൽ ആസാമില് 1985 ഇതിന്റെ കൂടെ മൈഗ്രേറ്റ് ചെയ്തവരും ബംഗ്ലാദേശിൽ നിന്ന് 1971 മുമ്പ് വന്നവരെ, ബിഫോർ 1971 മാർച്ചിന് വന്നവരെ നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി സിറ്റിസൺഷിപ്പിന് ഒരു ഡോമിനന്റ് ഇഷ്യൂ ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ആസാം മൂവ്മെന്റിലെ 79-85 അതേമാതിരി സിറ്റിസൺഷിപ്പിന് ഇൻഡിവിജ്വൽസിന് റിസൈഡ് ചെയ്യാനും വോട്ട് ചെയ്യാനും അതേമാതിരി അവരുടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഈ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ അത്
ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇല്ലീഗൽ മൈഗ്രൻസ് ആയ നോൺ സിറ്റിസൻസിനും ഇതൊക്കെ വേണമെന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്നതും ലോ പ്രകാരം എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. ബൈ ഇലക്ഷൻ വന്നു മണ്ടാലി ലോക്സഭയില്. ആ സമയത്താണ് 6 വർഷത്തെ ആന്റി ഫോറിൻ മൂവ്മെന്റ് ആദ്യമായിട്ട് പുറപ്പെടുന്നത്. ഈ കോൺഗ്രസ് ഒരു IMDT ആക്ട് പാസ്സാക്കുകയാണ് 83-ൽ. അതിൽ കൂടെ ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ളവരെ കണ്ടുപിടിക്കുക, അവരെ ഡിപ്പോർട്ട് ചെയ്യുക ബംഗ്ലാദേശിലേക്ക്. അപ്പോ ഈ ലീഡേഴ്സ്, ആസാം മൂവ്മെന്റിന്റെ ലീഡേഴ്സ് ഇതിനെ സാധൂകരിക്കുന്നില്ല, ഡിസപ്രൂവ് ചെയ്യാണ്. അവര് പറയുന്നത് ഞങ്ങളോട്, ആസാമിന്റെ ആൾക്കാരോട് നമ്മൾ ഇതിനെപ്പറ്റി കൺസിഡർ ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അവരുടെ ഇല്ലീഗൽ സിറ്റിസൺഷിപ്പും കംപ്ലൈന്റും ഇല്ലീഗൽ മൈഗ്രന്റ്. അപ്പൊ ഈ ഫോറിൻ നാഷണൽ ഇഷ്യൂ ഇവിടെ കൂടുതലായിട്ട് വരികയും 85-ൽ ഒരു ഫോറിൻ നാഷണൽസ് ഉണ്ടായിരുന്നവര് ആസാമിൽ പ്രസിഡന്റ് ഉള്ളതെന്ന് എത്രയാന്ന് കണ്ടുപിടിക്കുന്നു. ഇതിന് സെൻട്രൽ സ്റ്റേജ് പൊളിറ്റിക്സിൽ 1988-ൽ റിപ്പോർട്ട് ചെയ്യുന്നത് ലഫ്റ്റനന്റ് ജനറൽ SK സിൻഹയാണ്. അതായത് ആ സമയത്ത് ആസാമിന്റെ ഗവർണറാണ് അങ്ങേര്. അപ്പൊ എത്ര ലക്ഷക്കണക്കിനാണ് ബംഗാളീസ്, ബംഗ്ലാദേശി ഇന്ത്യയിലുള്ളത്. ആ സമയത്ത് ഇല്ലീഗലായിട്ടാണ് അവർ ആസാമിൽ താമസിക്കുന്നത്. അവരെയൊക്കെ റെഡ്യൂസ് ചെയ്ത് ഇൻഡിജീനിയസ് ആസാമീസ് ആയിട്ട്, അപ്പോഴത്തേക്കും ഈ ശരിയായിട്ടുള്ള ആസാമീസ് വളരെ മൈനോറിറ്റി ഗ്രൂപ്പായി പോയി. പുറത്തുനിന്ന് വന്ന് അവിടെ താമസിക്കുന്നവർ കൂടുതലായി എന്നർത്ഥം. അപ്പൊ ഇതിൽ വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയും അവിടുത്തെ പോപ്പുലേഷനൊക്കെ ഭയപ്പെടാൻ തുടങ്ങി. ഇതിന്റെ 2005-ൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു സർബാനന്ദ സോനോവാൾ, അതായത് AGP ലീഡർ ആയിരുന്നു. ലേറ്റർ ഓൺ BJPയിലേക്ക് മാറുകയും ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇലക്ഷൻ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ പെറ്റീഷൻ കൊടുത്തതിൽ സുപ്രീം കോർട്ടിൽ കോടതിയിൽ കൊടുക്കുകയും ചാലഞ്ച് ചെയ്യുന്ന വാലിഡിറ്റി, IMDT ആക്ടിന്റെ വാലിഡിറ്റിനെ 1983-ൽ നടന്നതിന് ചാലഞ്ചാണ് ചെയ്യുന്നത്. അപ്പൊ കോർട്ട് എന്താ ഡിക്ലെയർ ചെയ്യുന്നത്? കോർട്ട് പറയും, സുപ്രീം കോർട്ട് പറയും ഈ ആക്ട് നള്ളിഫൈ ചെയ്തു, വോയിഡ് ആയിപ്പോയി, തള്ളിക്കളഞ്ഞു, ആ സെയിം ഇയറിൽ തന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോ ഇത് കൂടാണ്ട് സിറ്റിസൺഷിപ്പ് പലരിലും കിട്ടുകയും ഇൻഫിൽട്രേറ്റ് വരുന്നവർ ഡിസംബർ 24 മുതൽ 71 വരെ, അതേമാതിരി ജനുവരി 1 66 മുതൽ 1971 ഡിസംബർ വരെ ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് 10 വർഷത്തെ ലാപ്സ് കിട്ടുന്നു. അപ്പൊ ഇതില് ഒരാളെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് സ്ഥാപിച്ചെടുക്കുമ്പോൾ പേഴ്സൺ ഹു ഇസ് നോട്ട് എൻ ഇൻഹാബിറ്റന്റ് ഓഫ് ഇന്ത്യ ഹാസ് അത് ഇന്ത്യയിൽ താമസിക്കുന്ന ആളല്ലാത്ത ആള് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഇറസ്പെക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ്, റിലീജിയൻ അവിടെ താമസിക്കുന്നു എന്നുള്ളത് ഡോക്യുമെന്റേഷൻ വരുന്നു. ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കാണുന്നത് ഫോറിൻ നാഷണൽ ആൻഡ് ഇല്ലീഗൽ ഇമിഗ്രന്റ്. അപ്പോ ഇവിടെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള എൻട്രി, പ്രസൻസ് ഓഫ് ഇല്ലീഗൽ മൈഗ്രൻസ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ കാണുന്നുണ്ട്. ഇനി NRC ആൻഡ് CCA 2019 നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്, അതാണ് NRC സ്റ്റാൻഡ്സ് ഫോർ. പിന്നെ സിറ്റിസൺഷിപ്പ് CCA 2019 അത് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഓഫ് 1919, അതാണ് സിറ്റിസൺഷിപ്പിൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ NRC ആണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മൾ 1951-ൽ. പാർലമെന്റ് പാസ് ഔട്ട് ചെയ്ത സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് CAA 2019-ൽ. അതായത് ടു അമെൻഡ് ചെയ്യുന്ന വെച്ചാൽ വ്യത്യാസങ്ങൾ വരുത്താൻ സിറ്റിസൺഷിപ്പ് അമെൻമെന്റിൽ കൊണ്ടുവരിക്കുന്നു. 1955-ന്റെ അമെൻമെന്റിനെ നമ്മൾ 2019-ൽ ഒന്ന് മാറ്റി എഴുതാനാണ് ശ്രമിക്കുന്നത്. ഇത് കൂടാണ്ട് ഇതിന്റെ പർപ്പസ് എന്തിനാന്ന് വെച്ചാൽ ഈ റിലീജിയസ് മൈനോറിറ്റീസ് ഉണ്ട്, അതായത് ഹിന്ദുസ് ഉണ്ട്, മുസൽമാൻ, സിഖ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്, ജൈൻസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്നവർ, അവരൊക്കെ
ഗ്രൂപ്പ് മൈനോറിറ്റിയാണ്, നമ്പർ കുറവാണ്. അപ്പോഴാണ് ഇത് വേണമെന്നുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരികയും നാഷണൽ രജിസ്റ്റർ ഓഫ് കൗൺസിൽസ് വഴി നമ്മൾ അപ്പോയിന്റ് ചെയ്ത ഓഫീസേഴ്സ് പ്രൊവിഷൻ വഴി ഒരു സെൻസസ് എടുത്ത് ആ സെൻസസ് പ്രകാരമാണ് 2005 ഫസ്റ്റ് പ്രപ്പോസൽ വരുന്നു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ട്രിപാർട്ടി മീറ്റിംഗ് നടത്തുകയും ആസാം സ്റ്റുഡൻസ് യൂണിയനും ആസാം ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു വേർഡിക്റ്റ് പാസ്സാക്കുകയാണ്. അപ്പോ ഈ വേർഡിക്റ്റിൽ എന്താണ്? IMDRT ആക്ട് 2013 നൽ ആൻഡ് വോയിഡ്, അതിൽ പ്രാബല്യം ഇല്ല, സ്ഥാനമില്ല എന്നുള്ള ഒരു ഇത് വരികയാണ്. ഇനി കോർട്ടിന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് ആസാം ചീഫ് മിനിസ്റ്റർ തരുൺ ഗോഗി അപ്ഡേറ്റ് ചെയ്തു NRC. അതിനുശേഷം നമ്മൾക്ക് കാണാൻ പറ്റും ഒരുപാട് പ്രൊട്ടസ്റ്റ് ഒക്കെ, ദുർബിയിലും ഗോപാൽ പരയിലൊക്കെ ഒരുപാട് പ്രൊട്ടസ്റ്റ് വരുന്നു. ആസാമിന്റെ സംഹിത മഹാസഭ വരുന്നു. അതേമാതിരി തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, സുപ്രീം കോർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ലോസ് കൊണ്ടുവരികയും നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺഷിപ്പ് എന്നുള്ള പറഞ്ഞ് പ്രിപ്പറേഷൻ ചെയ്യുന്നു. ഈ പ്രിപ്പറേഷനിൽ കൂടെ 1951 ഉള്ള ആ പോളിസി അപ്ഗ്രേഡ് ചെയ്ത് ഇല്ലീഗൽ മൈഗ്രേഷൻ ഒക്കെ നോക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ 51 നെസസറി ലിമിറ്റേഷൻസോടുകൂടിയാണ് അത് ചെയ്യുന്നത്. ഒരു ഹറിയായിട്ട് ചെയ്തിട്ടില്ല. ഒരു രജിസ്ട്രാറിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും 20 ദിവസത്തെ സ്പാൻ എടുക്കും. അതായത് 9-ാം തീയതി ഫെബ്രുവരി 9 മുതൽ 28 ഫെബ്രുവരി വരെ 1951 അതേമാതിരി ബൈ പ്രോഡക്റ്റ് കൺസെൻസ് ആക്ടിന്റെ 1948 എടുത്തത് അൺട്രെയിൻഡ് ആയിട്ടുള്ള എന്യൂമറേറ്റേഴ്സ് ആരാണ്, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഒരു പ്രിപ്പറേഷൻ സ്ലേപ്പ് ചെയ്തിട്ട് അവർ അതിനെ രജിസ്ട്രാർ ഓഫ് ജനറൽ സെൻസസ് എന്നുള്ള ഒരു ബോഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഗൗഹട്ടി ഹൈക്കോടതി 1970 NRC വഴി 1951 അഡ്മിഷൻ നടത്താത്ത എവിഡൻസ് ആക്ട് ആയിട്ട് കൊണ്ടുവരുന്നു. ഇത് കൂടാണ്ട് സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് 2014 ആസാം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ കൂടെ 19 ലക്ഷം പോപ്പുലേഷൻ, ആസാമിലുള്ള 19 ലക്ഷം പോപ്പുലേഷൻ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ നമുക്ക് അമെൻമെന്റ്, അവിടെ ലെജിസ്ലേഷൻ സിറ്റിസൺഷിപ്പ് അമെൻഡ് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2019 പാസ്സാക്കുകയും അവിടെ ഈ സിറ്റിസൺഷിപ്പ് എത്ര പേർക്കെന്ന് വെച്ചാൽ 5 രാജ്യത്തിൽ നിന്നുള്ളവർക്കും കൊടുക്കാനും ഇന്ത്യയിൽ ഇവിടെ എത്തിപ്പെട്ടവര് 2014 മുമ്പ് എത്തപ്പെട്ടവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ വരികയാണ്. ഇനി CCA 2019 നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഭയങ്കരമായിട്ട് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ റെഫ്യൂജീസ് കൂടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി, ടെറിട്ടോറിയൽ ആയിട്ടുള്ള വെച്ചിട്ട്. അങ്ങനെ ബാക്കിയുള്ള ഗ്രൗണ്ട് അനുസരിച്ച് മുസ്ലിംസ് വയലേറ്റിംഗ് ദ സെക്യുലർ സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോ ഈ ആക്ടിനെ 2019 ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. അത് നമ്മൾ പിന്നെയും വരുന്ന അടുത്ത ലെസണിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഈ ലെസൺ കഴിഞ്ഞു, ഇതിന്റെ അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഈ വന്നവർക്ക് അല്ലെങ്കിൽ വന്ന് താമസിക്കുന്നവർക്ക് ഓട്ടോണമി ഗവൺമെന്റ് മൂവ്മെന്റ്. ഓട്ടോണമി എന്ന് വെച്ചാൽ സ്വയം ഭരണശീലം, അതാണ് ഓട്ടോണമി എന്ന് പറയാ. ഓട്ടോണമി മൂവ്മെന്റ്സിൽ പല വിധത്തിലും നമുക്ക് അധികാരം കിട്ടാറുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള അധികാരം, അക്കാഡമിക് ആയിട്ടുള്ള അധികാരം, പോപ്പുലർ ഡിസ്കോഴ്സ് വഴിയുള്ള അധികാരം. ഇപ്പൊ വേർഡ് ഓട്ടോണമി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് വേർഡാണ് ഓട്ടോ മീൻസ് സെൽഫ്, നോമോ മീൻസ് ലോ. അപ്പൊ ഓട്ടോണമി മീൻസ് സെൽഫ് റൂൾ അല്ലെങ്കിൽ സെൽഫ് ലോ എന്നർത്ഥം. അപ്പൊ ഇതിൽ ഈ കൊണോട്ടേഷൻ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ഡിസൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ ആസ്പെക്റ്റിൽ കൂടെ പോകുമ്പോൾ ഓട്ടോണമി മൂവ്മെന്റിൽ കളക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് അത് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ കൊണ്ടുവരികയും
അതിനെ റീഓർഗനൈസ് ചെയ്ത് ഒരു ഫെഡറൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഈ ഫോക്കസ്, ഈ ഭാഗത്തിന്റെ ഫോക്കസ് എന്താന്ന് വെച്ചാൽ, ഫെഡറൽ സ്ട്രക്ചർ പല ഭാഗത്തും പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടാക്കി, അതിന് സ്റ്റേറ്റിൽ നമ്മൾ യൂണിയൻ ടെറിട്ടറിയും ഉണ്ടാക്കി നമ്മളൊരു ഫെഡറൽ സിസ്റ്റമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓട്ടോണമിന്റെ അല്ലെങ്കിൽ ഓട്ടോണമി മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന്റെ മൂവ്മെന്റ്സ് വന്നത് സർട്ടൺ റീജിയനില് ആ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാത്ത ആൾക്കാർക്ക്, അതോറിറ്റിക്ക്, ഗവൺമെന്റും അതേമാതിരി കോമൺ ഫീച്ചേഴ്സ് ആയ റീജിയൻ, കൾച്ചർ, ലാംഗ്വേജ്, കസ്റ്റം, ഹിസ്റ്ററി, ഓക്കെ, ഇതിനെയൊക്കെ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരുന്ന കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റീസ് കൂടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ്, അതായത് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യലി ഇക്കണോമിക് കണ്ടീഷൻസ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെ ലീഡ് ചെയ്ത് വരുന്ന പല വിധത്തിലുള്ള സോഷ്യൽ ലീഡേഴ്സ് ഉണ്ട്, മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്, സൊസൈറ്റി ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും അവനവൻ്റെതായ ഗ്രീവൻസസ് എടുത്തു പറയുകയും അതിൽ കൂടെ കളക്റ്റീവ് ആക്ഷനിൽ കൂടെയും സോഷ്യൽ മൂവ്മെന്റ് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ നമ്മൾ ഇവിടെ പറയുന്നത് പേര് ഇന്റേണൽ കോളനീസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ പലവിധ ലാംഗ്വേജ്, പലവിധമായ കൾച്ചർ എല്ലാം ഫോർമുലേഷൻസ് കൊണ്ടുവരികയും അതിനെ ഒരു ഒപ്പീനിയൻ മേക്കേഴ്സിന്റെ ഗ്രേവിൽ കൂടെയാണ് നമ്മൾ ഓട്ടോണമി, അതായത് സ്വയംഭരണം നോർത്ത് ഈസ്റ്റിൽ കൊണ്ടുവന്നതിന്റെ ഫീച്ചേഴ്സ്. ഇനി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായ സ്വയംഭരണത്തിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ അവിടെ ഷെഡ്യൂള് നമ്മൾ ഇന്നലെ പഠിച്ചു. 6ാമത്തെ ഷെഡ്യൂളിലാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ സ്റ്റേറ്റ്സിന്. ആർട്ടിക്കിൾ 371A, 371C, 371F, 371H, ഇതൊക്കെ നമ്മൾ ഇന്നലെ പരാമർശിച്ചതാണ്. അതിൽ കൂടെ നമ്മൾ ഇന്റർലൈൻ പെർമിറ്റിനെ പറ്റിയും പഠിച്ചു. 4 സ്റ്റേറ്റ്സില്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ ആൻഡ് മിസോറം ആൻഡ് നോർത്ത് ചെച്ചാർ സ്റ്റേറ്റില്, ഡിസ്ട്രിക്റ്റിന്റെ, ആസാം ഡിസ്ട്രിക്റ്റിന്റെ, ഇത്രയും പഠിച്ചു. ഇവിടെ സ്പിരിറ്റ് എന്തൂസിയാസം കൊണ്ടായിരുന്നു. ഇത് കൂടാണ്ട് നമ്മള് ഓട്ടോണമി മൂവ്മെന്റിൽ പറയുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ ഡിഫറെന്റ് ആയിട്ട് ഫോംസില് പോസ്റ്റ് ഇന്ത്യൻ പീരീഡിൽ വരുന്നത് ടെറിട്ടറിയൽ ഓട്ടോണമസ് കൺട്രിയില് വിത്തിൻ ദ സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോ വയലൻസ് ഉണ്ടാകാം, ഇൻസർജൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടെ ഡിമാൻഡ്, അതായത് ഓരോ ഡിമാൻഡ് വയ്ക്കുമ്പോഴും അതിനെ സൈൻ ചെയ്ത് അക്കോർഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഡിമാൻഡ് എന്താണ് ഓട്ടോണമിന്റെ ഡിമാൻഡ് മുഴുവനും അവർക്ക് വേണ്ടത് സൂവർണിറ്റിയാണ്. അപ്പോ ഓട്ടോണമിയിൽ കൂടെ റീഅറേഞ്ച്മെന്റ് ചെയ്ത് ഫെഡറൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് സോവറിൻ സ്റ്റേറ്റ് ആക്കി മാറ്റി ഈ ഇൻസർജൻസിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിൽ കൂടെ ഒറിജിനലി നോക്കുമ്പോൾ ഡിമാൻഡ്, അതായത് സോവറിൻ സ്റ്റേറ്റിന് ചേഞ്ച് ചെയ്തെടുത്ത് ഡിമാൻഡ് ആക്കി വരുമ്പോഴത്തേക്കും ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് പരാമർശിക്കുന്നത്, എന്ത് വരുന്നു ഡിമാൻഡ് അവരുടെ സോവറിൻ സ്റ്റേറ്റിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ഇൻസർജൻസി ടൈമിൽ കൂടെ നമ്മൾ ഡ്യൂറേഷൻ, അതായത് എത്ര സമയം, എത്ര നമ്പർ, ഇന്റൻസിറ്റി ഓഫ് കേസസ് ഓഫ് ഇൻസർജൻസി, ഓരോ ഏരിയയിലെ ഇൻസർജൻസി എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടത് മണിപ്പൂരിലാണ് ലാർജസ്റ്റ് നമ്പർ, അതായത് ഈ ഇങ്ങനത്തെ പ്രശ്നമുള്ള ഇൻസർജന്റ് ഗ്രൂപ്പിനെ കൂടുതൽ കാണുന്നത് മണിപ്പൂരിലാണ്. പിന്നെ നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, ഇതിലൊക്കെ ആസാം, മേഘാലയ, ഇവിടെയൊക്കെ അതിന്റെ പരിണാമങ്ങളായിട്ട് ആൾക്കാരെ കാണുന്നുണ്ട് ഇൻസർജൻസിയിൽ. ആസാമില് യുണൈറ്റഡ് ലിബറൽ ഫ്രണ്ട് ആസാം എന്ന് പറഞ്ഞിട്ട് വളരെ ആക്റ്റീവായിട്ട് 1980 മുതൽ അവിടെ വളരെ ആക്റ്റീവാണ്. അത് മാത്രമല്ല മേഘാലയയിലും ഈ ഹിൻവറിപ്പ് നാഷണൽ ലിബറേഷൻ കൗൺസിൽ എന്ന് പറയും. അപ്പൊ അതും ആക്റ്റീവായി 1990. ഇങ്ങനെ ഈ ഫീച്ചേഴ്സ്, ഇവരുടെ ഗ്രൂപ്പിന്റെ ഇൻസർജൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാല്, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, ഇവര് നാഗാലാൻഡിലുള്ള
ഇൻസർജൻസീസ് എക്സാമ്പിളാണ് ഓട്ടോണമി മൂവ്മെന്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അവരുടെ പ്രകാരം, അവരുടെ അഭിപ്രായ പ്രകാരം നാഗ ഓട്ടോണമി, സ്വയംഭരണം, സ്വയമേ ഭരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷൻ, ഇത് ഏത് വഴിയാ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നാഗ ക്ലബ്ബ് 1919 ഫോമായ നാഗ ക്ലബ്ബ് വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ NNC എന്നുള്ളതും നാഷണൽ ഇമ്മമോറിയൽ വഴിയും നാഗ ഹിൽസ് വഴിയും ബ്രിട്ടീഷ് എംപയറിലും ലേറ്റർ ആയിട്ട് അനക്സ് ചെയ്ത് വരുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം, അതായത് ബ്രിട്ടീഷ് പോയതിനു ശേഷം ജൂണിൽ നമ്മൾ ഒരു 1947 ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഗവർണർ ഓഫ് ആസാം അക്ബർ ഹൈദാരി അതിന് ആ സൈൻ ചെയ്യുന്ന നാഗ ലീഡർഷിപ്പ് ഉള്ള അലിബാബയുടെ കൂടെ ഒരു കോൺട്രാക്ട് സന്ധി, അതിന് 9 പോയിന്റ് എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. ആ 9 പോയിന്റ് എഗ്രിമെന്റ് 10 വർഷത്തേക്കാണ്. 10 വർഷത്തേക്ക് നാഗന്മാർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ഫ്യൂച്ചർ എന്ത് വേണമെങ്കിലും ആകാന്നുള്ള ഒരു ഉടമ്പടി. നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു പുതിയതായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ടാകുകയാണ്. ആ നാഷണൽ കൗൺസിൽ, നാഗ നാഷണൽ കൗൺസിൽ NNC, അതിന്റെ ലീഡറായിട്ട് വരുന്നത് അഗാമി സാപ്പോ ആണ്. ആ സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് നാഗാലാൻഡിനെ മാറ്റിയെടുക്കുന്നു. ഇതില് ഈ 9 പോയിന്റ് എഗ്രിമെന്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അവരെന്താ ചെയ്ത വെച്ചാൽ ഓഗസ്റ്റ് 14, അതായത് നമ്മളുടെ 15 ആണെങ്കിൽ ഓഗസ്റ്റ് 14 1947 അവര് സെലിബ്രേഷൻ, അതായത് ഫ്രീഡം എന്നുള്ള സെലിബ്രേഷൻ അവർ നടത്തുന്നു. ഇത് റെഫ്യൂസ് ചെയ്യാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ റിജക്ട് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലാഗിനെയും റെഫ്യൂസ് ചെയ്തു. 6ാമത്തെ ഷെഡ്യൂൾ പ്രകാരം അവർ റെഫ്യൂസ് ചെയ്തിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇലക്ഷൻ 1951-52 നിന്ന് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ അവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു. 1955 ഇവർ പിന്നെയും നാഗാലാൻഡ് ഡിസ്ട്രിക്ട് ഡിക്ലെയർ ചെയ്യുന്നു. 99% നാഗാസ് വോട്ട് ചെയ്യും. അത് അപ്പീൽ ചെയ്യാണ് ഇന്ത്യൻ ഗവൺമെന്റിനോട്, റെസ്പെക്ട് ചെയ്യാനും അവരുടെ വേർഡിക്റ്റിനെ റെസ്പെക്ട് ചെയ്യാനും അവർക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാനുമായിട്ട്. 1956 നാഗ ഇൻസർജന്റ് ഗ്രൂപ്പിനെ ഫോം ചെയ്തിട്ട് അവരെ ഗവൺമെന്റ് നാഗാലാൻഡ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പല വിധത്തിൽ ഇത് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആസാം ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ട് 1955, ആംഡ് ഫോഴ്സ് ആസാം സ്പെഷ്യൽ പവേഴ്സ് AFSPs അത് 1958. ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു, വഴക്ക് വന്നു നാഗാന്മാരുമായിട്ട്. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഫോർമേഷൻ ഓഫ് നാഗാലാൻഡ് സ്റ്റേറ്റ് ജൂൺ 1 1963 നടക്കുന്നത്. പിന്നെ 1964 നാഗ പീസ് മിഷൻ ഒരു സീസ് ഫയറിന് NNC ആയിട്ട് വരുന്നു. ഈ സീസ് ഫയർ വരുമ്പോൾ 75 റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് അവർ വരുന്നതും ഗവൺമെന്റിന്റെ അടുത്ത് സംസാരിക്കുന്നു. ഷില്ലോങ് അക്കോർഡ് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കാനും ദേശീയ ഫോർമാറ്റിലൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. ഇതിനുശേഷം ആ ലീഡേഴ്സായ ഐസക് സാവു, മുവാവ്, കപ്പാളിംഗ് ഇവരൊക്കെ NNC ലെഡ് എന്ന്, അത് ഫിസോ ആണ് NNC ലീഡർ. ഇവരൊരു നാഷണൽ കൗൺസിൽ, സോഷ്യലിസ്റ്റ് കൗൺസിൽ നാഗാലാൻഡ് എന്ന് പറഞ്ഞ് 1980 ഉണ്ടാക്കുകയും ക്യാരി ഓൺ ചെയ്തു ഒരു മൂവ്മെന്റ് ആയിട്ട്. 88 ഈ ഓർഗനൈസേഷൻ 2ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നു. സ്പ്ലിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നാഗാലാൻഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്, അതായത് NSCN IM, പിന്നെ NSCNK അത് വേറൊരു ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ 2 ഗ്രൂപ്പും അഗ്രിമെന്റ് ആക്കി ഇന്ത്യ അടുത്തുള്ള ഡിഫറെന്റ് ടൈംസിലാണ് വരുന്നത്. ഈ NSCN അവർക്ക് ആവശ്യം ഗ്രേറ്റർ നാഗാലാൻഡ് ഫോർ നാഗാസ് ആണ്. അതേമാതിരി നാഗാലിസം കൺസിസ്റ്റിംഗ് അവരുടെ ഏരിയാസിനെ കൺസിസ്റ്റ് ചെയ്തുകൊണ്ട് അക്രോസ് ദ സ്റ്റേറ്റ്സ്, അതായത് ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ബാക്കി ഭാഗം
മയന്മാരുടെ കുറച്ച് ഭാഗം. ഇനി ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണാൻ വരുന്നത് എന്താ വെച്ചാൽ മിസോറത്തിലാണ് 60-66 ഒരു മിസോ നാഷണൽ ഫെമൈൻ ഫ്രണ്ട് ഫോം ആവുന്നു. അത് അവസാനിക്കുന്നത് 1986 അതിന്റെ ലീഡറായ MF ലീഡർ ലഡാങ്ക ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ്. 87 ലഡാങ്ക ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്ന് എലിവേഷൻ ചെയ്ത മിസോറത്തിനെ സ്റ്റേറ്റ് ലെവൽ ഫ്രം സ്റ്റേറ്റ് ടു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്നു. ഈ ഫോർമേഷൻ MNFF റിയലൈസേഷൻ മിസോറ പാർട്ടിൽ വരുമ്പോൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആസാം അവരുടെ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങൾ വെച്ചാൽ ബാംബു ഫെമൈൻ ആണ് അതിന് പറയാ. ആ ബാംബു ഫെമൈൻ മോട്ടം 57-ലും 59-ലും നടന്നിരുന്നു. ആ ആസാമില് മിസോറത്തില് മിസോ ഹിൽസില് ആ കാലഘട്ടത്തിൽ അത് ആസാമിന്റെ ഒരു പാർട്ടായിരുന്നു. ഇവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാല് ഈ മിസോസിന് അവരുടെ പ്രോബ്ലംസിന് നോക്കിയിട്ടില്ല, അവർക്ക് സോവറിൻ സ്റ്റേറ്റ് കിട്ടിയില്ല. ഈ പർപ്പസിന് വേണ്ടിയിട്ട് ലീഡറായ ലഡാങ്കോ സ്റ്റാർട്ടഡ് ഒരു ഇൻസർജൻസി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിനുശേഷം ആ ക്ഷാമം, ഫെമിൻ എന്ന് വെച്ചാൽ ക്ഷാമം നിന്ന ശേഷം ഈ MNFF കൺവേർട്ട് ചെയ്ത് ഒരു MNF 1960 ഒരു പാർട്ടിയാക്കി മാറ്റി. ഈ പാർട്ടീനെ ഫോർമേഷൻ കൊണ്ട് സ്റ്റേറ്റ് സോവറിൻ സ്റ്റേറ്റ് മിസോറം എന്നുള്ള ഒരു പാർട്ടി ഫോർമേഷൻ കൊണ്ടുവരുന്നു. ഇതിന്റെ കൂടെ മിസോറോസും സെക്യൂരിറ്റി ഫോഴ്സസും കൂടെ ഒരു സന്ധി ഉണ്ടാവുന്നു. ഈ മിസോ ഇൻസർജൻസി ഒരു പതുക്കെ ഡിക്ലൈൻ ആകാൻ തുടങ്ങിയ സമയത്ത് 1975 ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു സംഭാഷണം നടക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട്. സന്ധി സംഭാഷണം നിർമ്മിച്ച് ഗ്രാജുവൽ ആയിട്ട് ഇതിനെ മിസോറം യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്നു. അപ്പൊ സൈൻ ചെയ്ത് വരുമ്പോൾ 1986 MNFും സർജൻസി ഗ്രൂപ്പും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒരു ഇതെന്ന് ഇൻസർജൻസി അവസാനിപ്പിക്കാനുള്ള മിസോറത്തിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിന്റെ കൂടെ അതിന്റെ ഭാഗമായിട്ട് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറി ഓഫ് മിസോറം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കുന്നത്. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റും മണിപ്പൂർ, അടുത്ത മണിപ്പൂറായ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇതേമാതിരിയുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയി മാറുന്നു 72-ൽ. അതിൽ നിന്ന് പിന്നെ അത് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. 72-ൽ അത് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ഇതേമാതിരി മണിപ്പൂരിലെ മഹാരാജ വിശ്വസിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ ആണ്. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടുത്ത് സംസാരിക്കുകയും റെസ്റ്റോർ ചെയ്യാനും മണിപ്പൂരിനെ ഒരു ഓർഗനൈസേഷൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഒരു പാർട്ടായിട്ട് നോക്കാനാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 64-ൽ യുണൈറ്റഡ് ലേബർ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് പറഞ്ഞിട്ട് അതിന്റെ ലീഡറാണ് അർബാം സമേന്ദ്ര. ഇതില് സോവർണിറ്റിയാണ്, മണിപ്പൂരിന്റെ സോവർണിറ്റിയാണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നതും. പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ട് മെർജ് ചെയ്തതിന് മുമ്പ് യൂണിയൻ ഗവൺമെന്റ് ആയിട്ട് മെർജ് ചെയ്യുന്നു. ഈ പലവിധമായിട്ടുള്ള ഇൻസർജന്റ് ഓർഗനൈസേഷൻ ആ കാലഘട്ടത്തിൽ മണിപ്പൂരിൽ നടന്നിരുന്നതും റവല്യൂഷണറി ഗവൺമെന്റ് ആയിട്ടിരുന്ന മണിപ്പൂറും പീപ്പിൾസ് റവല്യൂഷണറി പാർട്ടിയും 1971-ൽ ലിബറേഷൻ പാർട്ടി PLA പാർട്ടി 78-ൽ കലിംഗബ കമ്മ്യൂണിസ്റ്റ് പാർട്ടി KCP അതെല്ലാം 1980 വരുന്നു. ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പ്സ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹിൽസ് ഓഫ് സ്റ്റേറ്റ്ഹുഡിന്റെ ആണ്. സ്റ്റേറ്റിൽ എത്രത്തോളം ഒരു ഹില്ല് മൗണ്ടനസ് ആയിട്ടുള്ള റീജിയൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നതും. വളരെ ഒരുപാട് മൗണ്ടൻസ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ ആസാം ഹിൽസ് ട്രൈബൽ കോൺഫറൻസ് നടക്കുന്നു. അതിനുശേഷം 46 ഡെലിഗേറ്റ്സ് വരുന്നു. മിസോ ഹിൽസ് ഡിസ്ട്രിക്റ്റ് ആവുന്നു, ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സ് ആക്കി കൊണ്ടുവരികയും SRC എന്ന് വെച്ചാൽ സ്റ്റേറ്റ് റെക്കഗ്നൈസേഷൻ കമ്മീഷൻ ഫോം ചെയ്ത് അതുവഴി കാസി ജനീറ്റ ഹിൽസിലേക്ക് കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്ത് പർദാർ കമ്മീഷൻ നടത്തി. ആ കമ്മീഷൻ വഴി ഇതിനെ ഒരു ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ്, അതിന് ആസാമിന്റെ അകത്ത് തന്നെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി
പ്ലെയിൻ ലാൻഡ്സിൽ നിരപ്പായ സ്ഥലങ്ങളിൽ ബോഡോ മൂവ്മെന്റ് വരുന്നുണ്ട്. ഈ ബോഡോ മൂവ്മെന്റ് വന്നു കഴിയുമ്പോൾ ഈ നാഗാലാൻഡ് ബാക്കിയുള്ള സ്ഥലത്ത് കണ്ടമാതിരി ബോഡോസിന്റെ കംപ്ലൈന്റ് സഫർ ചെയ്യുന്നത് മുഴുവൻ ഡോമിനന്റ് ആയ ആസാമി കമ്മ്യൂണിറ്റിയാണ് ഇവർക്ക് പ്രോബ്ലംസ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ലാൻഡ് അതേമാതിരി തന്നെ ഇലക്ട്രൽ റെപ്രസെന്റേഷൻ കൊളോണിയൽ ഏരിയയിൽ കിട്ടുന്ന ഈ സഫറിങ്സ് എല്ലാം ഇവര് ബ്രഹ്മപുത്ര വാലിയിൽ താമസിക്കുന്ന ഏലിനേഷൻ അല്ലെങ്കിൽ അവരെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അങ്ങനെ ഈ ബോഡോ മൂവ്മെന്റ് വയലന്റ് ആയിട്ട് മാറി, വയലന്റ് മൂവ്മെന്റ് ആയിട്ട് മാറി അവരെ ട്രേസ് ചെയ്ത് കൊളോണിയൽ പീരീഡിൽ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ പ്രകാരം ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് മാറുകയും 33 ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓൾ ആസാം പ്ലെയിൻ ട്രൈബൽസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ആയിട്ട് മാറി. ആ ട്രൈബൽ പാർട്ടി 53 ബോഡോ സാഹിത്യ സഭ എന്നുള്ള മെമ്മോറാണ്ടം കൊടുത്ത് അതിന്റെ ചീഫ് മിനിസ്റ്ററായ ബിഷ്ണു മന്ദിക്കാണ് കൊടുക്കുന്നത്. ഇതിന്റെ മാത്രമല്ല ഇവരുടെ ബോഡോ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവന് ആസാമിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു. 60 ആന്റി ആസാമിസ് അജിറ്റേഷൻ വരുന്നു. ബോഡോസിന്റെ ഡിമാൻഡ് ബോഡോ ലാംഗ്വേജ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സ്കൂൾസിൽ വേണമെന്ന റിക്വസ്റ്റ് അവര് ഡോമിനേറ്റഡ് ഏരിയയിൽ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷം ഈ ഡിമാൻഡ് ഒക്കെ എറോസ് ചെയ്ത് വന്നപ്പോ നാഗാലാൻഡ് സ്റ്റേറ്റ് ക്രിയേഷൻ 63 കൊണ്ടുവന്ന് ഈ ഡിമാൻഡ് ഹിൽസ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഈ ബോഡോസിന്റെ ഡിമാൻഡ് ന്യൂ സ്റ്റേറ്റ് എന്നുള്ളത് ഇപ്പൊ ഇല്ല. അപ്പൊ ബോഡോ ഓട്ടോണമി പിക്കപ്പ് ചെയ്തെടുക്കുകയും 79-85 അത് വലിയൊരു ബോഡോസിന്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്ന് ക്ലാസ് 6 കൊണ്ടുവന്നാണ് എടുക്കുന്നത്. അങ്ങനെ ഈ ബോഡോ സാഹിത്യ സഭ, ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ, ഉപേന്ദ്ര നാഥ് മെഹ്റ എല്ലാം വരുന്ന അവരൊരു ബോഡോ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാക്കുന്നു. അതേമാതിരി തന്നെ നാഷണൽ ഡെമോക്രാറ്റിക് ബോഡോ ലാൻഡ് ഉണ്ടാക്കുന്നു. ഇതിനുശേഷം ട്രൈബൽസിന്റെ ഫോർമേഷൻ കൊണ്ടുവന്ന് 95 കൊണ്ടുവരുന്നു. ഇനി ആസാമിന്റെ എഗെയിൻസ്റ്റ് ഇൻ സെൽഫ് എന്നുള്ള ഒരു പുസ്തകം വരികയാണ് 1999. ഇതിൽ കൂടെ അവര് ക്ലാസിഫൈ ചെയ്യുന്നത് 3 കാറ്റഗറിയാണ്: കൾച്ചറൽ, ലിംഗ്വിസ്റ്റിക്, ഇക്കണോമിക് ആൻഡ് റെസിഡ്യൂവൽ ഡിമാൻഡ്സ്. ഇതിനെ ഹോംലാൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് അവര് ശ്രമിക്കുന്നു. ഫസ്റ്റ് മൂവ്മെന്റ് 1993 20-ാം തീയതി നടത്തുന്നു ഗവൺമെന്റ് ഓഫ് ആസാമിന്റെ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവര് ഈ അക്സെപ്റ്റ് ചെയ്യാത്ത ഈ മൂവ്മെന്റ് ബോഡോലാൻഡ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ വരികയും അതിനെ അത് റെക്കഗ്നേഷൻ ചെയ്യാണ്ട് വരുന്നു. അപ്പൊ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് 2003 സെക്കൻഡ് ബോഡോ അക്കോർഡ് സൈൻ ചെയ്യണം. അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റും ഗവൺമെന്റ് ഓഫ് ആസാമായിട്ട് സിഗ്നേച്ചർ ആണ് വരുന്നത്. അതിൽ 4 ഡിസ്ട്രിക്റ്റ് അവർ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനെ ജൂറിസ്ഡിക്ഷനിലേക്ക് ആക്കി കൊടുക്കുന്നു. 2020 മൂന്നാമത്തെ ബോഡോ അക്കോർഡ് ഗവൺമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ട്രിപ്പാർട്ടി അഗ്രിമെന്റ് ഇന്ത്യൻ ഗവൺമെന്റും ആസാം ഗവൺമെന്റും ബോഡോ ഓർഗനൈസേഷൻ കൂടെ ഷെയർ ചെയ്ത് 6th ഷെഡ്യൂളില് ഇന്ത്യയുടെ 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അത് കൊണ്ടുവരാണ്. ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയനും യുണൈറ്റഡ് ബോഡോ പീപ്പിൾസ് ഓർഗനൈസേഷനും അതേമാതിരി തന്നെ 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതും കൂടെ ഒരുമിച്ചാണ് എക്സ്പാൻഷൻ കൊണ്ടുവരുന്ന. ഡെപ്യൂട്ടി കമ്മീഷണേഴ്സ്, സൂപ്രണ്ട് ഓഫ് പോലീസ് ഒക്കെ വന്ന് അതിന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലെവലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മൂവ്മെന്റ്സ് എല്ലാം പ്ലെയിൻ ട്രൈബലും കരിഷ്മ, ദബിഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടു ഭാഗങ്ങളിലാണ്. ചെറിയ 6th ഷെഡ്യൂളിൽ വന്നിട്ടുള്ള കാബ്രി, ഡമാസാചാരി ട്രൈബ് ഇവർക്കൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ 6ാമത്തെ ഷെഡ്യൂൾ വർക്ക് ചെയ്യണം. ഈ 6ാമത്തെ ഷെഡ്യൂൾ പ്രകാരം കാർബീസും ഇവരുടെ ഗ്രിവൻസസ് കിട്ടിയിട്ടില്ല, അവരുടെ ഗ്രിവൻസസ് ഒന്നും അഡ്രസ് ചെയ്യണില്ല എന്നുള്ള കംപ്ലൈന്റും കൊണ്ടാണ് വരുന്നത് അവര്. അതിനുശേഷം ഇവരും കാബ്രീസ് ഡിമാൻഡ് ചെയ്യുന്നു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഓട്ടോണമസ് കൗൺസിൽ വേണം ടു എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് അവർ ചോദിക്കുകയും ഗവൺമെന്റ് വിത്തിൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ദംസെൽസ് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നു. അപ്പോ ലേറ്റസ്റ്റ് മൂവ് ആയിട്ട് നോക്കുന്നത് ട്രിപ്പാർട്ടി മെമ്മോറാണ്ടം സൈൻ ചെയ്യാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ,
ആസാം ഗവൺമെന്റ്, കാബ്രി ദിമിഷ ഇൻസർജന്റ് ഗ്രൂപ്പ്സ് റെപ്രസെന്റേറ്റീവ്സ് 4-ാം തീയതി സെപ്റ്റംബർ 4-ാം തീയതി 2021 അത് സൈൻ ചെയ്യുന്നു. ബർക്ക വാലിയിലും ഇതേ ഡിമാൻഡ് വന്നിട്ട് 1980 ബംഗാളീസിന്റെ ക്രിയേഷൻ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ബംഗാളി പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് ബർക്ക വാലിയിൽ വേണമെന്നുള്ള ഒരു അഭിപ്രായം വരുന്നു. ഇതോടുകൂടി ഈ പ്രോബ്ലംസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ പ്രോബ്ലംസിന് മാക്സിമം ഗവൺമെന്റൽ ഇഷ്യൂസ് വഴി എല്ലാ മൂമെന്റ്സിലെയും ഗവൺമെന്റ് പ്രോബ്ലംസ് ഡിസൈഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.